ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 27 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 26 വരെയുള്ള സീരീസ് എല്ലാവരും കാണുക. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, ഓവർസിയർ, അതുപോലെ IT ലെവൽ എക്സാംസിന്, ഗേറ്റ് എക്സാം, JEE എക്സാംസ്, എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം കോച്ചിങ്, തിയറി ക്ലാസ്സിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. 10th മെയിൽ നമ്മൾ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവർ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി 1 or 2 hours നമ്മൾ ലൈവായിട്ട് നമ്മുടെ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി എൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി, ക്യാപിറ്റൽ ലെറ്റർ റെഫറൽ കോഡാണ്. ഈ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കിലോട്ട് ജോയിൻ ആയി നമുക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് എക്സാം പോലെ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ എക്സാംസിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഒരു 60 ഡേയുടെ ഒരു ബാച്ച് കോഴ്സ് May 19th മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാറ്റഗറി 2 ആണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു 50 ഡേയുടെ കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമും നമ്മുടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ദൗത്യമാണ്. 20th മെയ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ജേതാവിൻ്റെ 100 days ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം. ഓക്കെ. 10th ലെവൽ പ്രിലിംസിന് പരീക്ഷ കഴിഞ്ഞു. ഇനി മെയിൻസിന് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായി ഒരു അടിപൊളി അവസരമാണിത്. ഒരു 100 days ബാച്ച് കോഴ്സാണ് LDC മെയിൻ എക്സാം. ഓക്കെ. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് ഓൺ HSA ഇംഗ്ലീഷ് പാർട്ട് 1 ഒരു 90 days ക്ലാസ്സസ് ഓൾറെഡി റണ്ണിങ് ആണ്. 27th April സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ. അതുപോലെ തന്നെ കേരള PSC ഫ്രീ ഡിഗ്രി ലെവൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ. 16th and 23rd May 2 PM ആണ് അതിൻ്റെ ടെസ്റ്റ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനും എല്ലാവരും അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഗാ ബെമ്പർ ഓഫറാണ്. 12 to 2 കോംബോ ആണ്. അതായത് 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി നൽകുകയാണ് ചെയ്യുന്നത്. ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓരോ മന്ത്ലി പ്ലാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മന്ത്ലി പ്ലാൻസിനെ കുറിച്ചും അതിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി, ക്യാപിറ്റൽ ലെറ്റർ സിനു ആൻസി. ഓക്കെ. ഈ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും നിങ്ങളുടെ ഫീസിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ അക്കാഡമിയെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ ഡെയിലി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 55 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരെല്ലാവരും കാണുക. ഓക്കെ. എല്ലാം നിങ്ങളുടെ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A sine wave has a frequency of 50 Hz. Its angular frequency is dash radian per second. A sine wave has a frequency of 50 Hz ആണ്. ആംഗുലർ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒമേഗ ഈക്വൽ ടു എന്താണ്? ഒമേഗ ഈക്വൽ ടു 2πf. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ 2πf. എഫ് തന്നിട്ടുണ്ട് 50 Hz. ഓക്കെ. അപ്പോൾ ഒമേഗ എന്ത് കിട്ടും? 2π × 50 ഇറ്റ് ഈസ് 100π. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കുഡ് ബി ലാമിന അപ്രോക്സിമേറ്റ്ലി ദ തിക്നെസ് ഓഫ് ലാമിനേഷൻസ് ഓഫ് എ DC മെഷീൻസ്. ഓക്കെ. DC മെഷീൻസിൻ്റെ തിക്നെസ് എത്രയാണ്? ഇറ്റ് ഈസ് 0.5 meter. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ DC ജനറേറ്റേഴ്സ് ദ പൊളാരിറ്റി ഓഫ് ദി ഇൻ്റർപോൾസ്. DC ജനറേറ്റേഴ്സിനകത്ത് ഇൻ്റർപോൾസിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഇസ് ദ സെയിം as ദാറ്റ് ഓഫ് ദി മെയിൻ പോൾ അഹെഡ്, is the same as that of the immediately preceding pole, is opposite to that of the main pole ahead, is neutral as these poles do not play part in generating EMF. It is option A ആണ് വരുന്നത്. is same as that of the main pole ahead. Okay. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് DC ഷണ്ട് മോട്ടേഴ്സ് ദ സ്പീഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബാക്ക് EMF ഫുള്ളി. ബിക്കോസ് DC ഷണ്ട് മോട്ടേഴ്സിൽ സ്പീഡ് ബാക്ക് EMFനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ബാക്ക് EMF ഈസ് ഈക്വൽ ടു ആർമേച്ചർ ഡ്രോപ്പ് ആയതുകൊണ്ടാണോ? ആർമേച്ചർ ഡ്രോപ്പ് നെഗ്ലിജിബിൾ ആണോ? ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഫ്ലക്സ് ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ് ഇൻ DC ഷണ്ട് മോട്ടേഴ്സ്. ഏതാണ്? നമുക്കറിയാം DC ഷണ്ട് മോട്ടേഴ്സിൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ DC ഷണ്ട് മോട്ടർ under the condition of maximum power the current in the armature will be. ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. DC ഷണ്ട് മോട്ടറിൻ്റെ മാക്സിമം പവർ കണ്ടീഷനിൽ ദ കറണ്ട് ഇൻ ദ ആർമേച്ചർ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ, ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണോ? റേറ്റഡ് ഫുൾ ലോഡ് കറണ്ട് ആണോ? ലെസ് ദാൻ ഫുൾ ലോഡ് കറണ്ട് ആണോ? മോർ ദാൻ ഫുൾ ലോഡ് കറണ്ട് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മോർ ദാൻ ഫുൾ ലോഡ് കറണ്ട്. മോട്ടർ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. മോട്ടർ ഇക്വേഷനും ജനറേറ്റർ ഇക്വേഷനും പഠിക്കുക. ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഏതാണ്? ഇറ്റ് ഈസ് EB = IARA - V ആണ് മോട്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ. ജനറേറ്റർ ആണെങ്കിൽ പ്ലസ് വരും.
അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, മോഡേൺ ഇക്വേഷൻ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ് വരുന്നത്, മാറിപ്പോയി. ഓപ്ഷൻ ബി ആണ്. മോഡേൺ ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു EB + IARA ആണ്. ഓക്കെ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്ഫോമർ ഓവർ കറൻസ് അഫക്റ്റ് എന്താണ്? മെക്കാനിക്കൽ സ്ട്രെസ്, ടെമ്പറേച്ചർ റൈസ്, ഇൻസുലേഷൻ ലൈഫ്, ഓൾ ഓഫ് ദി എബോ. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഓവർ കറണ്ട് അഫക്റ്റ് ചെയ്യുന്ന ഏതിനെയാണ്? എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത്. ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത്. മെക്കാനിക്കൽ സ്ട്രെസ്സിനെയും ടെമ്പറേച്ചർ റൈസിനെയും ഇൻസുലേഷൻ ലൈഫിനെയും എല്ലാം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ട്രാൻസ്ഫോമേഴ്സ് അപ് ടു എ കപ്പാസിറ്റി ഓഫ് ഡാഷ് KVA എയർ ബ്ലാസ്റ്റ് കൂളിംഗ് ഈസ് പ്രൊവൈഡഡ്. ഏത് ട്രാൻസ്ഫോമറാണ് അപ് ടു എ കപ്പാസിറ്റി ഓഫ് എത്ര KVA ആണ്? ഇറ്റ് ഈസ് അപ് ടു എ കപ്പാസിറ്റി ഓഫ് 10,000 KVA ആണ് എയർ ബ്ലാസ്റ്റ് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ബുഷോസ് റിലേസ് ഈസ് യൂസ്ഡ് ഇൻ, അതെല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോർ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ലീക്കേജ് ഫ്ലക്സസ് ഓഫ് എ ട്രാൻസ്ഫോമർ മേ ബി മിനിമൈസ്ഡ് ബൈ. എങ്ങനെയാണ് ലീക്കേജ് ഫ്ലക്സ് ഓഫ് എ ട്രാൻസ്ഫോമർ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? അവോയ്ഡിങ് ഓവർലോഡ്സ് ആണോ, കീപ്പിംഗ് മാഗ്നറ്റൈസിങ് കറണ്ട് ടു ദ മിനിമം ആണോ, റെഡ്യൂസിങ് ദ റിലക്റ്റൻസ് ഓഫ് ദി അയൺ കോർ ടു ദ മിനിമം ആണോ, സെക്ഷനലൈസിങ് ആൻഡ് ഇൻ്റർലീവിംഗ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്, മിനിമൈസ് ദ നമ്പർ ഓഫ് ടേൺസ് ബോത്ത് ഓൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ലീക്കേജ് ഫ്ലക്സ് എങ്ങനെ കുറയ്ക്കാം? ബൈ സെക്ഷനലൈസിങ് ദ ആൻഡ് ഇൻ്റർലീവിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് നമുക്ക് ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കാൻ പറ്റും. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഫോർ സൈനസോയ്ഡൽ വോൾട്ടേജ് അപ്ലൈഡ് വിൽ ബി. ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഫോർ സൈനസോയ്ഡൽ വോൾട്ടേജ് അപ്ലൈഡ് വിൽ ബി ഓൾവേസ് സൈനസോയ്ഡൽ ആണോ, ഓൾവേസ് നോൺ സൈനസോയ്ഡൽ ആണോ, സൈനസോയ്ഡൽ ഓർ നോൺ സൈനസോയ്ഡൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സാച്ചുറേഷൻ പോയിന്റ് ആണോ, നൺ ഓഫ് ദി എബോ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. സൈനസോയ്ഡൽ ഓർ നോൺ സൈനസോയ്ഡൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സാച്ചുറേഷൻ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? പവർ, കറണ്ട്, വോൾട്ടേജ്, ഫ്രീക്വൻസി. ഇറ്റ് വിൽ ഇൻക്രീസ് വോൾട്ടേജ് ആണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്രാക്ഷണൽ സ്ലിപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഇസ് ദ റേഷ്യോ ഓഫ്. ദ ഫ്രാക്ഷണൽ സ്ലിപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഇസ് ദ റേഷ്യോ ഓഫ് റോട്ടർ കോപ്പർ ലോസ് ടു റോട്ടർ ഔട്ട്പുട്ട് ആണോ, റോട്ടർ കോപ്പർ ലോസ് ടു റോട്ടർ ഇൻപുട്ട് ആണോ, റോട്ടർ കോപ്പർ ലോസ് ടു സ്റ്റേറ്റർ കോപ്പർ ലോസ് ആണോ, സ്റ്റേറ്റർ കോപ്പർ ലോസ് ടു സ്റ്റേറ്റർ ഇൻപുട്ട് ആണോ. എന്താണ് ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫ്രാക്ഷണൽ സ്ലിപ്പ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് റോട്ടർ കോപ്പർ ലോസ് ടു റോട്ടർ ഇൻപുട്ട് ആണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്റ്റേറ്റർ ഫ്ലക്സ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ട്രൂ എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റർ ഫ്ലക്സ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ട്രൂ എക്സെപ്റ്റ് താഴെ തന്നിരിക്കുന്ന ഇത് ഒരെണ്ണം മാത്രം തെറ്റായിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇറ്റ് ഇൻഡ്യൂസസ് EMF ഓഫ് ദി റോട്ടർ ബാർ, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മോട്ടർ ലോഡ്, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്, ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി സ്റ്റേറ്റർ അറ്റ് സിങ്കണസ് സ്പീഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. The following statement regarding the stator flux of an induction motor is true except ഏതാണ്? its magnitude depends upon the motor load ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, the rotor of an induction motor cannot run with the synchronous speed because Lenz's law would be violated. Induction motor would then become a synchronous motor. Rotor torque would then become 0. ഏതാണ്? rotor of an induction motor cannot run with synchronous speed because rotor torque എന്ന് പറയുന്നത് would then become 0 ആവും. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എവരി ലാർജ് DC മോട്ടോർ വിത്ത് സിവിയർ ഹെവി ഡ്യൂട്ടി ആർമേച്ചർ റിയാക്ഷൻ എഫക്ട്സ് ആർ കറക്റ്റഡ് ബൈ. അങ്ങനെ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ എഫക്ട്സ് ഹെവി ഡ്യൂട്ടി മോട്ടോഴ്സ് DC മോട്ടോഴ്സിൽ നമുക്കിത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? യൂസിങ് ഇൻ്റർപോൾസ് ആണോ, യൂസിങ് കോമ്പൻസേറ്ററി വൈൻഡിങ്സ് ഇൻ അഡീഷൻ ടു ഇൻ്റർപോൾസ് ആണോ, ഷിഫ്റ്റിംഗ് ദ ബ്രഷ് പൊസിഷൻ, നൺ ഓഫ് ദി എബോ. എങ്ങനെയാണ്? യൂസിങ് കോമ്പൻസേറ്ററി വൈൻഡിങ്സ് ഇൻ അഡീഷൻ ടു ഇൻ്റർപോൾസ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് എ ഡാഷ് മോട്ടർ ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ്. അത് എല്ലാവർക്കും അറിയാം. ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് ആണോ, സീരീസ് ആണോ, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ആണോ, ഷണ്ട് ആണോ? ഇറ്റ് ഇസ് ഷണ്ട്. സ്പീഡ് ഓഫ് എ ഷണ്ട് മോട്ടർ ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഹിസ്റ്റെറിസിസ് മോട്ടർ ദ റോട്ടർ ഹാസ് ഹൈ ഹിസ്റ്റെറിസിസ് ലൂസ്, ഹൈ റിറ്റൻറ്റിവിറ്റി, ഈസ് മെയ്ഡ് ഓഫ് ക്രോം സ്റ്റീൽ, ഷുഡ് ഹാവ് ഓൾ ഓഫ് ദി എബോ ഫീച്ചേഴ്സ്. ഹിസ്റ്റെറിസിസ് മോട്ടറിൽ താഴെ പറഞ്ഞുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഹൈ ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ട്, ഹൈ റിറ്റൻറ്റിവിറ്റി ഉണ്ട്, ഈസ് മെയ്ഡ് ഓഫ് ക്രോം സ്റ്റീൽ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ യൂണിവേഴ്സൽ മോട്ടർ നോർമലി ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ഓഫ് ബ്രഷ് ടു ദ വിഡ്ത്ത് ഓഫ് കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റ് ഈസ്. ഇറ്റ് ഈസ് 2:1 ആണ്. റേഷ്യോ ഓഫ് വിഡ്ത്ത് ഓഫ് ബ്രഷ് ടു ദ വിഡ്ത്ത് ഓഫ് കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റ് യൂണിവേഴ്സൽ മോട്ടറിൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ടർബോ ഓൾട്ടർനേറ്റേഴ്സ് സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടേഴ്സ് യൂസ് ടു ഹാവ് ലോങ് ആക്സിൽ ലെങ്ത് ബിക്കോസ്. ടർബോ ഓൾട്ടർനേറ്റേഴ്സിൽ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടേഴ്സിന് ആക്സിൽ ലെങ്ത് ലോങ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ ബീങ് ലെസ് ആണ്. ദേ ഹാവ് ടു ബി നെസസറി ലോങ് ഫോർ ജനറേറ്റിംഗ് ദ റിക്വയർഡ് വോൾട്ടേജ്. അതുകൊണ്ടാണ് ടർബോ ഓൾട്ടർനേറ്റേഴ്സിൽ ലോങ് ആക്സിൽ ലെങ്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം പവർ ഡെവലപ്ഡ് ഇൻ എ സിങ്കർണസ് മോട്ടർ വിൽ ഡിപ്പെൻഡ് ഓൺ.
എന്താ റോട്ടർ എക്സൈറ്റേഷൻ ഓൺലി, സപ്ലൈ വോൾട്ടേജ്, റോട്ടർ എക്സൈറ്റേഷൻ ആൻഡ് സപ്ലൈ വോൾട്ടേജ്, റോട്ടർ എക്സൈറ്റേഷൻ, സപ്ലൈ വോൾട്ടേജ് ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് കപ്ലിംഗ് ആംഗിൾ. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. മാക്സിമം ഒരു സിംഗനസ് മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് റോട്ടർ എക്സൈറ്റേഷനെയും സപ്ലൈ വോൾട്ടേജിനെയും അതുപോലെ കപ്ലിംഗ് ആംഗിൾ, മാക്സിമം വാല്യൂ ഓഫ് കപ്ലിംഗ് ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്തിരിപ്പുണ്ട്. അടുത്ത 22ാമത്തെ ക്വസ്റ്റൻ, ഈ സിംഗനസ് മോട്ടർ വിച്ച് വർക്ക്സ് ഓൺ എ ലീഡിംഗ് പവർ ഫാക്ടർ ആൻഡ് ഡസ് നോട്ട് ഡ്രൈവ് എ മെക്കാനിക്കൽ ലോഡ് ഈസ് കോൾഡ് വാട്ട്? ഡസ് സിംഗനസ് കണ്ടൻസർ. അടുത്ത 23, ലോഡ് കർവ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ, ലോഡ് കർവ് എന്തിനാണ് ഇസ് യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആണോ, സൈസ് ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആണോ, ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദി പ്ലാന്റ് ആണോ, ഓൾ ഓഫ് ദി അബോ? ഇറ്റ് ഇസ് ഓൾ ഓഫ് ദി അബോ ആണ് ലോഡ് കർവ് ഈസ് യൂസ്ഫുൾ ഫോർ. ഓപ്ഷൻ എ, ബി, സി എല്ലാം ശരിയാണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ലോഡ് കർവ് ഓഫ് എ പവർ പ്ലാന്റ് ഹാസ് ഓൾവേസ് സീറോ സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്, എനി കോമ്പിനേഷൻ ഓഫ് എ, ബി ആൻഡ് സി. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, എനി കോമ്പിനേഷൻ ഓഫ് എ, ബി, ഡി, സിയും എ, ബി, സി വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെജോറിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡാമ്പിംഗ് ഈസ് പ്രൊവൈഡഡ് ബൈ, മെജോറിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സിലും ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണ്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ, സ്പ്രിംഗ് ആണോ, എഡ്ഡി കറണ്ട് ആണോ, ഓൾ ഓഫ് ദി അബോ ആണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, എഡ്ഡി കറണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇത് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വെനസ്ഡേ ഉള്ള ക്ലാസ് 3 മണിക്ക് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ എക്സാം ആണ്. ലൈവായിട്ട് എക്സാം നടക്കുകയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആ ഒരു പോർഷൻസ് പഠിച്ചിട്ട് ടെസ്റ്റ് പോലെ എഴുതി നോക്കുക. ഓക്കെ, 3 മണിക്കാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. അതോടൊപ്പം തന്നെ 8 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവ് വരാൻ നോക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കപ്പാസിറ്റൻസ് പഠിക്കുക, അതിൻ്റെ എക്സാമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരാൻ നോക്കുക. അതുപോലെ തന്നെ തിയറി ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ആയുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആ ലിങ്ക് നമ്മുടെ 3 മണിക്കുള്ള ക്ലാസ്സിൻ്റെയും 8 മണിക്കുള്ള ക്ലാസ്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ ലിങ്ക് ഉപയോഗിച്ച് റെഫറൽ കോഡ് സിനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസും എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു.